ഫസ്റ്റ് ഡേ അവന്യൂ ഓഫ് സ്റ്റാർസ് പോയി. സെക്കൻഡ് ഡേ ആണെന്ന്. സെക്കൻഡ് ഡേ നമ്മൾ പോകാൻ പോകുന്നത് ഡിസ്നി ലാൻഡ്. മെട്രോ നേരിട്ടില്ല അല്ലേ, മാറിക്കയറണം. ഇവിടുന്ന് മെട്രോ മാറിക്കയറണം. ഇന്നലെ പോയ സ്ഥലം അവന്യൂ ഓഫ് സ്റ്റാർസ് ആണ്. ChatGPT ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ നമ്മൾ കോപൈലറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഏത് മെട്രോ കയറണം, എവിടേക്ക് കയറണം, എവിടെ പോകണം എന്നൊക്കെ ഇതാക്കുന്നത്. ഇതാണ് റൂമിൻ്റെ പുറകുവശം. ഈ സ്ഥലം മൊത്തം എന്തോ മാർക്കറ്റാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇല്ല ഇവിടെ നടക്കാനാകുമ്പോൾ ഇങ്ങനെ ഇതാണ് മെട്രോ സ്റ്റേഷൻ, മോങ്കോക്ക് സ്റ്റേഷൻ. ഞങ്ങളെടുത്ത റൂമിൽ നിന്ന് 2 മിനിറ്റ് ഇല്ല അല്ലേ, അടുത്ത് തന്നെയാണ്. ഇവിടെയുള്ള എല്ലാവരിലും ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഒരു 100 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 99 ആൾക്കാരുടെ കാലിലും ഷൂ ആയിരിക്കും. ഷൂ അല്ലാണ്ട് ഒരു മനുഷ്യനും ഇവിടെ ബ്രാൻഡഡ് ആണ്. ഷൂ അല്ലാണ്ട് സാധാ സ്ലിപ്പേഴ്സ് ആരും ഇവിടെ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഷൂ. ഞങ്ങളിപ്പോൾ ഉള്ളത് മോങ്കോക്കിലാണ്. മെട്രോയിൽ പോകുമ്പോൾ റെഡ് ലൈൻ ഇട്ട് സെൻട്രലിലേക്ക് കയറാം. സെൻറ്ററിൽ നിന്ന് ഡിസ്നി ലാൻഡിലേക്ക് ആയിട്ടുള്ള മെട്രോ ഉണ്ടെന്നാണ് പറയുന്നത്. സെൻട്രലിൽ ഓടിക്കായിരുന്നു. സെൻട്രലിൽ നിന്ന് സണ്ണി ബേയിലേക്ക് പോവാം. സണ്ണി ബേയിൽ നിന്ന് ഡയറക്റ്റ് ഡിസ്നി ലാൻഡിലേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ ഒക്ടോബസ് കാർഡാണ് യൂസ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ 2 പേരുടെയും കാർഡ്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കാർഡ് വേണം. ഈ കാർഡ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലല്ല, ഇവിടെ നിന്ന് റീചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പിൽ നിന്ന് 7-Eleven സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അത് റീചാർജ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ എന്തിനും ഏതിനും വേണ്ട കാർഡ്. ഒക്ടോബസ് കാർഡ് നമുക്ക് എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ക്ലൂക്ക് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് ബുക്ക് ചെയ്യാം. എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഇത് വാങ്ങിക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ അത് ആ ക്ലൂക്ക് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ടാകും, എവിടെ നിന്നാണ് ഇത് കിട്ടുക എന്നൊക്കെ. അപ്പോൾ നമുക്ക് പൈസ പിടിക്കില്ല. എൻ്റർ ചെയ്യുമ്പോൾ ഇത് ടാപ്പിൻ ചെയ്യുക. പിന്നെ നമ്മൾ എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ ഒന്നും കൂടെ എക്സിറ്റ് അടിക്കുമ്പോൾ ആണ് പൈസ പിടിക്കുക. ഞങ്ങൾ സെൻട്രലിൽ ഇറങ്ങി. ഇനി സണ്ണി ബേ അല്ലേ? ഇനി സണ്ണി ബേയിലേക്ക് ഓറഞ്ച് ലൈൻ. ഇവിടെ മൊത്തം എത്ര ലൈൻ ഉണ്ട്? അപ്പോൾ ഒരു ലൈൻ ഉണ്ടോ? ഇങ്ങനെ ഇത്രയും കൂടുതൽ ആൾക്കാർ ഇവിടെ നടന്നു പോയിട്ട് ഒരു കാലച്ച മാത്രമേ കേൾക്കണുള്ളൂ. ഇവരുടെ അനൗൺസ്മെൻറ്റ്സ് മാത്രമേ ഇവിടെ കേൾക്കുള്ളൂ. Next station, Chengyi. Interchange station for the Airport Express. ഗൈസ്, നമുക്കൊരു അബദ്ധം പറ്റി. ഡിസ്നി ലാൻഡിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെട്രോ ആണിത്. അതിൽ കയറി അവിടുന്ന് വെള്ളം വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷെഡ് കയറുമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. ഗൂഗിളിനോട് എല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ MTR സ്റ്റേഷനിലും വെള്ളം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇവിടെ വെള്ളമല്ല ഗൈസ്. നമ്മൾ പുറത്ത് പോയി 7-Eleven വെള്ളം വാങ്ങിക്കണം. അപ്പോൾ ഇനി നമ്മൾ റിട്ടേൺ വന്ന സ്ഥലത്തേക്ക് തന്നെ റിട്ടേൺ അടിക്കണം. വെള്ളമല്ലാത്ത ഞാൻ ചെയ്യണത്. ഇതാണ് ഡിസ്നി ലാൻഡിലേക്കുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള
20 അല്ല ഇത് ബാച്ച് നമ്പറാണ്. ഈ ഒരു വെള്ളത്തിന് 16, അതായത് നാട്ടിലത്തെ ഒരു 170ൻ്റെ അടുത്തുണ്ടായിരിക്കും. ഇതിന് എത്രയെന്ന് അറിയില്ല. 360 വെള്ളം ഈ 2 കുപ്പിക്ക്. ഈ 2 വെള്ളത്തിനും കൂടെ 360. ഇത് അയൺ കടലിൽ എന്നുള്ള വെള്ളമാണ്. അവിടെ ഒരു വെള്ളം കുപ്പിക്ക് ഡിസ്നിലാൻഡിൽ 300 പറഞ്ഞിട്ട് അല്ലേ? വെള്ളത്തിനാണ് ഇവിടെ. വെള്ളത്തിന് നല്ല വെള്ളത്തിനല്ല ഇവിടെ നല്ല വെള്ളത്തിനാണ്. എവിടെയോ വാട്ടർ വെച്ചിട്ടില്ല. ഹോങ്കോങ് ഡിസ്നിലാൻഡ് റിസോർട്ടിലാണ് എത്തി. ഇനി നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യണം. മിക്കി മൗസ് പൊന്തും താവും ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടം ഫൗണ്ടെയിൻ. ക്യൂ നോക്ക്. പിന്നെ അതിൻ്റെ ടിക്കറ്റ് എടുക്കാത്തതല്ല അത്, അതിലേക്കുള്ള എൻട്രി ആണത്. എന്താ ചെയ്യണ്ടേ? ഒരു വെയിലത്ത് പെരും ചൂടിൽ അക്ഷാമം. നീണ്ട കിടക്കുകയാണ്. ഇവിടെ കണിക്കൊന്നൊക്കെ ഉണ്ട്. തീരെ തിരക്കില്ല. ഇന്ന് തീരെ തിരക്കില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 20K ആണ് ആയത്. അത് ഇവിടെ നിന്നിട്ട് അതിലൊരു നമ്മുടെ ഫോട്ടോ എടുത്ത് കയറുന്നത്. നമ്മൾ കയറി ഗൈസ്. 1 മണിക്കൂർ ഞങ്ങൾ വരി നിൽക്കും.